ഹലോ ഗൈസ്, ഇത് തിരുവോണ ദിവസം തലേന്ന് രാത്രി അമ്പലത്തിൽ അത്തവിടാൻ വേണ്ടിയിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ഒരു 7-7:30 മണി മുതൽ ഒരു നിർത്താതെ ഒരു മഴയങ്ങ് പെയ്തു. ഒരു മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ പൂ ഇറുത്തിടുന്ന പരിപാടിയിലാണ് ഞങ്ങൾ. ഞാനുണ്ടായിരുന്നു, ശ്രീ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു ഇവിടുത്തെ. അതിനുശേഷം ശ്രീനാഥ് അങ്ങ് പോയി. അപ്പോഴത്തേക്കും ഗോപു വന്നു, ഗോപുവും അഖിലും വന്നു. അഖിലാണ് അത്തപ്പൂക്കളത്തിന് വരയൊക്കെ ഒരുക്കിയത്. അങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു സമയം ഏകദേശം 12:30-1 മണി ആവുന്നു. ജമന്തി പൂ കുറച്ച് ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഏകദേശം ഒരു 2:45 മണിയോടുകൂടി അത്തപ്പൂക്കളം കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് കുറച്ച് പൂവിന് ഷോർട്ടേജ് വന്നു. അതപ്പോൾ തന്നെ ഷോപ്പിൽ ചെന്ന് പൂ വാങ്ങി മെയിൻറ്റെയിൻ ചെയ്തു. എന്തായാലും വളരെ മനോഹരമായ ഒരു പൂക്കളം ഒരുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇതാണ് തിരുവാറാട്ട് മാടന്നട ക്ഷേത്രം. ഒരുപാട് പേർക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് അറിയാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. വീട്ടിലെത്തിയപ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ കഴിക്കാൻ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന പരിപാടിയിലാണ്. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 8:30 മണി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിക്കുന്ന സമയം ഒരു 9:15. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇന്ന് തന്നെയായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഇന്നത്തെ ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ മാടന്നട ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഞാൻ നേരെ പോയത് ആദിശ്യനല്ലൂർ പെരുമാൾ കുന്ന് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഗോപുവിൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ആച്ചല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോയത്. എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ഞാൻ ആശംസിക്കുകയാണ്. അപ്പം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വ്ളോഗും കാര്യങ്ങളും ഒന്നും സ്ഥിരമായിട്ട് എനിക്ക് ഇടാൻ സാധിക്കാത്തത്. അപ്പം കുറച്ച് പരിപാടിയുള്ള ഒരുക്കങ്ങളിലാണ്. ആ ഒരുക്കങ്ങൾ എന്താണെന്നുള്ളത് വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. താങ്ക് യു.